ഞാൻ മഹാദേവൻ. ഈ അവസ്ഥയിലായതുകൊണ്ട് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റാഞ്ഞത് ക്ഷമിക്കണം. ഇരിക്കൂ. ഞാൻ കുവൈറ്റിലായിരുന്നു. ഒരു ചെറിയ ബിസിനസ്. അത് വളർന്നു, സമ്പാദ്യവും. ഭാര്യ മരിച്ചപ്പോ മകളെയും കൊണ്ടിങ്ങോട്ട് പോന്നു. കഴിഞ്ഞ വർഷം എന്റെ മകളും എന്നെ വിട്ടുപോയി. ഡ്രഗ്സ് ഓവർഡോസ് ആയിരുന്നു. കൊക്കൈൻ. എന്റെ മകളെ കൊന്നതാണ്. പെൺകുട്ടികളെ വലവീശി പിടിച്ച് മയക്കുമരുന്നിന് അടിമകളാക്കുന്ന ഒരു സംഘം. ഈ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഡ്രഗ് മാഫിയ റാക്കറ്റ്. അവരെ നശിപ്പിക്കുകയായിരുന്നു പിന്നീട് എന്റെ ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി രാവും പകലും ഞാൻ പണിയെടുത്തു. പണം ചെലവാക്കി. ഈ മാഫിയ സംഘത്തെ പറ്റിയുള്ള പല വിവരങ്ങളും ഞാൻ ശേഖരിച്ചു. അവരെ നേരിടാൻ ഇറങ്ങിത്തിരിച്ച എന്നെ ഈ നിലയിലാക്കി. മിസ്റ്റർ രവിപ്രസാദ് ഈ സംഘത്തോട് ഏറ്റുമുട്ടിയപ്പോൾ അനുഭവിച്ച കടുത്ത ശിക്ഷ എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തിരിച്ചു വന്ന നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും എനിക്കറിയാം. എങ്ങനെ അറിയാം നിങ്ങൾക്ക്? ശരീരം തളർന്നെങ്കിലും എന്റെ ബുദ്ധി മരവിച്ചിട്ടില്ല രവിപ്രസാദ്. രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പല സോഴ്സുകളും എനിക്കുണ്ട്. ഞാൻ ഈ അവസ്ഥയിലായതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നത്. അതിന് പണം, ആയുധം, വാഹനം, എന്റെ മുഴുവൻ സമ്പാദ്യവും തരാൻ ഞാൻ തയ്യാറാണ്. എന്നെ നിങ്ങളുടെ വാടക ഗുണ്ടയാക്കാനാണോ ഉദ്ദേശം? വാടക ഗുണ്ടകളാണെങ്കിൽ വേറെ എത്ര പേരുണ്ട്? കമാൻഡോ ട്രെയിനിങ് ലഭിച്ച ഒരു പോലീസ് ഓഫീസറുടെ പ്രൊഫഷണൽ എഫിഷ്യൻസി, ആത്മാർത്ഥത, നിങ്ങൾക്ക് ഈ സംഘത്തോടുള്ള വൈരാഗ്യം, ഇതൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ സാമൂഹ്യ ദ്രോഹികൾ ആരൊക്കെയാണെന്ന്, അവർ മയക്കുമരുന്നുണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ, വിൽക്കുന്ന സ്ഥലങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. അവരെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ വിശ്വാസം എനിക്കുണ്ട്. കർണാടക KP സിംഗ്, ആന്ധ്ര സതീഷ് ഷെട്ടി, കേരള അബ്ദുൽ ഖാദർ എന്നിവർക്ക് പുറമെ ഈ സിൻഡിക്കേറ്റിന്റെ തലവനാണ് തമിഴ്നാട്ടിലെ RS പാണ്ഡ്യൻ. ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന പ്രത്യേക സെല്ലിന്റെ ചീഫായി നിയമിതനായ പോലീസ് ഓഫീസർ മുത്തു. പാണ്ഡ്യൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ വെച്ച് അതീവ രഹസ്യമായി ഹെറോയിൻ, LSD തുടങ്ങിയ മയക്കുമരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. यार नहीं பழனி, பழனி, ஒரு மெழுகுவர்த்தி எடுத்துட்டு வா.
Don't shout or I'll kill you. Take the phone. Done. A network of illegal drug trafficking and business was discovered during an intense search conducted in several parts of the city today. The Drug Preventive Special Squad released a statement proclaiming that the raid conducted yesterday was amongst the most successful in a record of their overall ventures. The operation was handy in seizing heroin and cocaine worth several crores of rupees. A detailed inquiry is being conducted on the persons arrested in connection with the raid. Jyoti. The police suspect several prominent citizens to be involved in this drug racket. TV ന്യൂസിൽ കണ്ടോണ്ടിരിക്കുക. ആരൊക്കെയാ അറസ്റ്റ് ചെയ്യുന്നോ? ഓഹോ ശരി. ആരെ അറസ്റ്റ് ചെയ്തെന്ന്? അറസ്റ്റ് ചെയ്തില്ല. പാണ്ഡ്യൻ, രാജാ റാവു, പിന്നെ 1-2 പേര് പറഞ്ഞു അവര് കോടതിയിൽ ഹാജരായിരുന്നു. എന്നിട്ടെന്താ? അവരെ ആരാ ശിക്ഷിക്കുന്നേ? ഒരു കാരണവശാലും വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ബുദ്ധിമുട്ടിച്ചത്. സാരമില്ല, നീ വന്ന സംശയത്തിന് ഇടവരും, അതുകൊണ്ടാ പറഞ്ഞത്. പാണ്ഡ്യനും മകനും ജാമ്യത്തിലിറങ്ങി, കൂടെ മറ്റുള്ളവരും അറിഞ്ഞു. ഏതായാലും കനത്ത അടിയാണ് നീ അവർക്ക് നൽകിയത്. ഇന്ന് രാത്രി അവരുടെ സിൻഡിക്കേറ്റ് കൂടുന്നുണ്ട്. പലയിടത്തു നിന്നും ആളെത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. നിന്റെ ശത്രുക്കളെ നേരിടാൻ ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. ராஜா, தயவுசெய்து நான் சொல்றதை கேளுங்க, என்ன நம்புங்க. இப்படி அனாவசியம் என் மேல கோவிச்சு கூட இருந்து சதி செஞ்சுட்டே துரோகி. ராஜா சத்தியமா நான் நீ வேற யாரு? நீ தானே சீஃப், நோட்டோரியஸ் சீஃப். சார், நான் உங்களுக்காக எவ்வளவு செய்திருக்கேன், இன்க்ளூடிங் ப்ரூட்டல் மர்டர்ஸ். அதெல்லாம் முடியா. இப்ப என்ன நடந்துச்சு சொல்லு, இல்லன்னா உன்னை. ஸ்டாப் இட், ஸ்டாப் இட். தேவையில்லாம சண்டை போட வேண்டாம். அனாவசியமா சர்மாவுக்கு எதிராக கேங் வர ஆரம்பிச்சீங்க. இப்ப என்னாச்சு? 2 குரூப்புக்கு ஹெவி லாஸ். சோ இதுக்கெல்லாம் காரணம் சர்மா தானே? ஆமா, அவனே தான். உங்களுக்கு விரோதிங்க வேற யாரு? நீங்க இந்த மாதிரி ஒருத்தருக்கு ஒருத்தர் அடிச்சுக்கிறது 2 பேருக்கும் நல்லதில்லை. அவ்வளவுதான் நான் சொல்வேன். நான் சர்மாவோட பேசி பார்த்தேன். உங்க கூட காம்ப்ரமைஸ்க்கு வரவன் தயாரா இருக்கா? நீங்களும் யோசிச்சு நல்ல முடிவுக்கு வாங்க. நோ, யார் சொன்னாலும் நான் கேட்க மாட்டேன். I will finish Sharma and his men. சார், உங்க பையன். You shut up. ജ്യോതി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടുന്ന് പറ്റില്ല, വരൂ. എന്താ കാര്യം? നിന്റെ ഭർത്താവിനെ കുറിച്ചാണ്, മിസ്റ്റർ സുധാകരനെ പറ്റി. പ്ലീസ് കം.
ജ്യോതിയെ നഷ്ടപ്പെട്ടതിൽ എനിക്ക് ദുഃഖമുണ്ടായിരുന്നു. പക്ഷെ എന്നേക്കാൾ യോഗ്യനായ ഒരാളോടൊപ്പമാണ് നീ ജീവിക്കുന്നതെന്ന് കരുതി ഞാൻ സമാധാനിച്ചു. അവന്റെ പൊളിറ്റിക്സും ജനസേവനവും ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സിൻഡിക്കേറ്റിലെ ഒരു അംഗമാണ് നിന്റെ ഭർത്താവ്. മാഫിയ സംഘത്തിന്റെ രഹസ്യ യോഗത്തിൽ ഞാൻ കണ്ടതാണ് പാണ്ഡ്യനും രാജയുമൊത്ത് സുധാകരനെ. ഞാൻ നിങ്ങളെ വഞ്ചിച്ചു എന്ന് കരുതി എന്നെ ശിക്ഷിക്കുകയാണ്. മറ്റുള്ളവരെ കൊന്നതുപോലെ എന്നെ കൊല്ലാൻ കഴിയാത്തതുകൊണ്ട് വേദനിപ്പിക്കാൻ. ജ്യോതി, മുൻപ് നിങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു ഭർത്താവുണ്ട്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ആ ബന്ധം തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. കഴിയുമായിരുന്നു. മറ്റുള്ളവരോടൊപ്പം അവനെയും ചുട്ടുകരിക്കാൻ ഞാൻ ആ അവസരം ഉപയോഗിച്ചില്ല. നിന്നെ ഓർത്ത് മാത്രം. ഒരിക്കൽ കൂടി ആ ദയ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. സുധാകരനോട് പറഞ്ഞേക്ക്. See, Mr. Sudhakar, look at what your Pandyan has done. Please, Mr. Sharma, not उसने तो मेरा ऑफिस गोडाउन सभी का तोड़फोड़ करा के सत्यानाश करा दिया. Not only that, he has brutally and severely beaten up my people. Mr. Sharma, please don't talk all these things here. സാറ് പറഞ്ഞതുകൊണ്ടാ. ഇല്ലെങ്കിൽ പാണ്ഡ്യനും മകന് ഇന്നത് ചെയ്യാനുണ്ടാവില്ലായിരുന്നു. അവരെ ഉപദ്രവിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞു. അത് പാണ്ഡ്യനെ സഹായിക്കാനായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ അനുസരിച്ചില്ലല്ലോ. പാണ്ഡ്യനെ പോലീസിന് ഒറ്റിക്കൊടുത്ത് അയാളുടെ മുഴുവൻ സ്ഥാപനങ്ങൾ റെഡി അയച്ച് നിങ്ങളല്ലേ? Upon God, believe me, Mr. Sudhakar, मुझे कुछ मालूम नहीं. I don't know anything about it. Then who has done it? How do I know, sir? देश में जितना अत्याचार और गुंडागिरी हो रहा है, उन सभी का मैं तो जवाब नहीं दे सकता हूँ. Let us not discuss anything here. आप जाइए. Then where do we meet? Tomorrow morning 7 o'clock at your place. Sure? Sure, please. ആരാത് ഈ വന്നവർ? അത് ബോംബെക്കാരൻ ശർമ്മയല്ലേ? നോട്ടോറിയസ് ക്രിമിനൽ. സ്പാർക്കിൽ ഇയാളുടെ ഫോട്ടോ അച്ചടിച്ച് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഈ മനുഷ്യനുമായി നിങ്ങൾക്കുള്ള ബന്ധം? ജ്യോതി എന്തിനെ അന്വേഷിക്കുന്നു? കള്ളക്കടത്തുകാരുടെ സിൻഡിക്കേറ്റിൽ നിങ്ങൾ ഒരു അംഗമാണെന്ന് രവി പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. രവി എങ്ങനെ പറഞ്ഞോ? ഒന്നും മറക്കാൻ ശ്രമിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ജ്യോതി, ഞാനൊരു പാർലമെന്റ് മെമ്പറാണ്. എന്നെ കാണാൻ പലരും വന്നിരിക്കും. കള്ളനും കൊള്ളക്കാരനും കൊലയാളിയും എല്ലാം പലരും സംസാരിച്ചിരിക്കും. ഇത്തരക്കാരുമായി നിങ്ങൾക്ക് ഇടപാടുണ്ടായിരിക്കുമെന്ന് ഞാൻ ധരിച്ചില്ല. ആദർശധീരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അങ്ങനെ ഒരു ഇമേജ് എനിക്ക് നിങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നത്. ജ്യോതി നിൽക്ക്. എന്റെ ഇമേജിനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ആദർശത്തെക്കുറിച്ചാണ് സംശയമെങ്കിൽ ഈ കള്ളക്കടത്തുകാരുമായി ഞാൻ ബന്ധപ്പെടുന്നത് എന്റെ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണ്. അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവന്റെ പാർട്ടി നയത്തിലാണ് വിശ്വസിക്കേണ്ടത്. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ധർമ്മം ജനസേവനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓഫ് കോഴ്സ്, ഞാനതാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഈ ജനം അടിസ്ഥാന വർഗമാണെന്ന് ധരിക്കരുത്. ചേരിയിൽ പാർക്കുന്നവർ, കൂലിപ്പണിക്കാർ, പിച്ചക്കാർ, ഇവരെയൊക്കെ സേവിച്ചിട്ട് ആർക്കും ഒരു നേട്ടവുമില്ല. പാർട്ടി കാൻഡിഡേറ്റായി ഒരു ടിക്കറ്റ് കൊടുപ്പിക്കാനോ ഇലക്ഷൻ ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ ചെലവാക്കാനോ ഈ പാവങ്ങൾക്ക് കഴിയില്ല. പൊളിറ്റിക്സ് നിലനിൽപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയ ശർമാജിയെ പോലുള്ള കറുത്ത ശക്തികളെ സേവിക്കേണ്ടി വരും. അല്ല, പറ്റില്ല. അപ്പോ നിങ്ങളും അവരിൽ ഒരാളാണെന്ന് കൺഫ്യൂസ് ചെയ്യുന്നു അല്ലേ? അവർ ചെയ്യുന്ന എല്ലാ ക്രൂരതയ്ക്കും കൂട്ടുനിൽക്കുന്നയാൾ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അവരുടെ ജോലിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. എന്നെ വിശ്വസിക്കൂ. തുടരുതന്നെ. ജ്യോതി, പറഞ്ഞത് ഇല്ല, എനിക്കും ചോദിക്കാനുണ്ട്. അതിന് ഉത്തരം പറഞ്ഞ് ഞാൻ വിടൂ. ലുക്കിയ, പണക്കാരിയായ ഒരു വേശ്യ രോഗിയായി നിന്നെ സമീപിച്ചാൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ നീ ചികിത്സിക്കില്ലേ? പ്രതിഫലം വാങ്ങില്ലേ? അവളുടെ തൊഴിലുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് കുറ്റപ്പെടുത്താമോ? അത്രേ ഈ സംഘവുമായി എനിക്കും ബന്ധമുള്ളൂ. ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഈ രണ്ട് ഗാങ്ങുകൾക്കിടയിലുള്ള തർക്കം തീർക്കുന്നതിന് ഞാൻ ഇടപെട്ടു, സംസാരിച്ചു. ആ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പദവി ഉപേക്ഷിക്കാം. അതിലും വലുത് എനിക്ക് നീയാണ്, നിന്നോടൊപ്പമുള്ള ജീവിതമാണ്.
മുതലാളിയോട് എൻ്റെ മോനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. എൻ്റെ മോനോട് ഫോണിൽ കൂടെയെങ്കിലും ഒരു വാക്ക് സംസാരിച്ചോട്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ നേർക്കെടുത്ത് ചാടി, ഇതുവരെ കാണാത്ത രൂപത്തിൽ. ഇപ്പൊ എനിക്ക് ഉറപ്പായി സാറ് പറഞ്ഞു ശരിയാ, എൻ്റെ മോനെ അവര്. ഗോവിന്ദേട്ടാ, ഞാനിപ്പോ വന്നത് ഒരു കാര്യം അറിയിക്കാനാ. മുതലാളിയുടെ മകൻ ശരത്ത് ഇന്ന് വരുന്നുണ്ട് ദുബായിൽ. എന്താ ഗോവിന്ദ? എന്താന്ന് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ. സത്യം പറ, നിനക്ക് പകരം അന്ന് ആ റെയിൽ പാളത്തിൽ കൊന്നിട്ടത് ആരെയാണ്? രഘുവിനെ അല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ വേണ്ടത് ഞാൻ പറഞ്ഞതാ, അണ്ണനാണ് ചെയ്തത്. രാജ എന്ത് ചെയ്തു? വേണ്ട വേണ്ട വേണ്ട, എന്നെ കൊല്ലരുത് പ്ലീസ്. ഗോവിന്ദേട്ടാ വേണ്ട, ആ ജോലി എനിക്ക് വിട്ടുവരൂ. സാറ്, എന്റെ മോനെ എന്നെ എടുത്തോണ്ട് വളർന്നില്ല. ഇവരെയാ ഞാൻ തോളിലിട്ട് വളർത്തിയത്. എന്നിട്ട് ഇവൻ എന്റെ രഘുവിനെ കണ്ണു ചോരയാതെ കുരുക്കി കൊടുത്തില്ലേ. ഗോവിന്ദേട്ടാ, നിങ്ങൾക്ക് ഇനിയും ജോലിയുണ്ട്. കാറ് മുതലാളിക്ക് എത്തിക്കണം. എയർപോർട്ടിൽ കാത്തു കിടന്നിട്ടും മകനെ കണ്ടില്ലെന്ന് പറയണം. ഈ കരച്ചിലൊന്നും അവിടെ കാണിക്കരുത്. ഒരു സംശയത്തിനും വഴി കൊടുക്കരുത്. ചെല്ല്.